ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ഫുള്ള് പ്രീ ക്ലിനിക്കൽ വർക്ക്സാണ്. എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റോഡോണ്ടിക്സിൻ്റെയും ഡെൻ്റൽ അനാറ്റമിയുടെയും പ്രീ ക്ലിനിക്കൽ വർക്കാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിസിയോളജിയുടെ ലാബും ഉണ്ട്. സോ ഇന്ന് ഫുൾ പ്രാക്ടിക്കൽ ഡേ ആണ്. അപ്പം ഇന്നത്തെ ഡേ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇന്ന് ഞങ്ങൾക്ക് പ്രോസ്റ്റോയുടെ മെറ്റീരിയൽ സബ്മിഷൻ ഉണ്ട്. എന്നുവെച്ചാൽ ഇന്ന് വരെ കിട്ടിയ മെറ്റീരിയൽസ് എല്ലാം കൊണ്ട് സബ്മിറ്റ് ചെയ്യണം. കുറേ പരിപാടികളുണ്ട്. ഇനി അതെല്ലാം എടുത്തു വെക്കണം, എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. കുറച്ച് മെറ്റീരിയൽസൊക്കെ സീനിയേഴ്സിൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അതൊക്കെ പോയി മേടിക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. സോ നമുക്ക് നോക്കാം. ഈ പ്രോസ്റ്റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പോൾ ഒരു 30-35 മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്. ഈ ചെറിയ ചെറിയ മെറ്റീരിയൽസ് തൊട്ട് വലിയ വലിയ മെറ്റീരിയൽസ് വരെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു ചെറിയ ബാഗിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതെല്ലാം എടുത്ത് കറക്റ്റ് മെറ്റീരിയൽസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കണം. ഭയങ്കര ജലദോഷമൊക്കെ. അപ്പം അതെല്ലാം എടുത്ത് കറക്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെന്ന് നോക്കണം. പിന്നെ അനാറ്റമിയുടെ വൈവ ഉണ്ടെന്ന്. സോ അതിനും ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എല്ലാം നോക്കാം. കണ്ട ഇത്രയും മെറ്റീരിയൽസ് ഉണ്ട്. ഇനി ഇതെല്ലാം ഇന്ന് കൊണ്ടുപോകണം, സബ്മിറ്റ് ചെയ്യണം. ഇതെല്ലാം കറക്റ്റാണോ, കിട്ടിയത് ഇത്രയൊക്കെ ഉള്ളോ എന്നൊക്കെ കൊണ്ട് കാണിക്കണം. ഇനി ഈ മെറ്റീരിയൽസ് എല്ലാം കറക്റ്റായിട്ടൊന്ന് ബാഗിൽ അറേഞ്ച് ചെയ്ത് വെക്കണം. ഇനി പ്രോസ്റ്റോടെ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. കാരണം ഞാൻ 2 ദിവസം ആബ്സെൻ്റ് ആയിരുന്നു. അപ്പം എല്ലാവരും ഒക്ലൂസൽ റിം എന്ന് പറയും. ആ റിമ്മിൻ്റെ എനിക്ക് പോളിഷ് ചെയ്യാനും അത് സീൽ ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ സീലിംഗ് വരെ ഒന്നും എത്തിയില്ല. എനിക്ക് പോളിഷ് ചെയ്യാനൊക്കെ ഉള്ളു. ഇനി എനിക്ക് പോളിഷ് ചെയ്യാനുണ്ട്. സോ അതൊന്ന് വേഗം തീർത്ത് കഴിഞ്ഞ് ഇന്ന് പോയി എനിക്ക് ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതും ചെയ്യണം. പിന്നെ കുറച്ച് അനാറ്റമിയുടെ വൈവയ്ക്ക് വേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്യണം. വൈവയോ എക്സാമോ ആയിരിക്കും. അപ്പം എന്തായാലും ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്നലെ കുറച്ച് പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ബാക്കി കുറച്ചുകൂടെ പഠിച്ചിട്ട് സെറ്റ് ചെയ്യണം. ഇതാണ് ഗൈസ് ഒക്ലൂസൽ റിം. അപ്പോൾ ഇത് നമുക്കൊന്ന് പോളിഷ് ചെയ്ത് കണ്ടോ. ഇവിടെ ഒന്നും സ്മൂത്ത് അല്ലല്ലോ. പിന്നെ ഇത് കറക്റ്റ് സൈസൊന്നും അല്ല. കണ്ടോ, ഇതൊക്കെ സ്മൂത്ത് ആക്കണം. അപ്പോൾ ഇതൊന്ന് പോളിഷ് ചെയ്ത് സെറ്റാക്കാം. ബാക്കി അവിടെ ചെന്നിട്ട് റെഡിയാക്കണം. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് റെഡിയാക്കിയാൽ അവിടെ ചെന്നാൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോസ്റ്റോ മെറ്റീരിയൽസ് ഒക്കെ സെറ്റ് ചെയ്തു. അത് കുറച്ച് വർക്ക് ചെയ്തു. ഇനി കുറച്ച് പഠിക്കാനുണ്ട്. പഠിച്ചു കഴിഞ്ഞിട്ട് കുളിച്ച് റെഡിയായിട്ട് പോകാം. ഇപ്പോൾ ഇനി എന്തായാലും സമയമുണ്ട്, 1 മണിക്കൂറോളം ഉണ്ട്. ഇപ്പോൾ കുറച്ചൊന്ന് വായിച്ചിട്ട് കുളിച്ച് റെഡിയായിട്ട് പോകാം. പഠിത്തമൊക്കെ കഴിഞ്ഞു. ഇനിയും കുളിച്ച് ഫ്രഷ് ആവണം. എന്നിട്ട് കഴിക്കാൻ പോകണം. എന്താണ് ഫുഡ് എന്താണെന്നറിയില്ല. വന്നിട്ടുണ്ടാവാതിരിക്കാം. എന്തായാലും കുളിച്ചിട്ട് കാണാം. ഓക്കെ, കുളിച്ച് റെഡിയായി ഗൈസ്. ഇനി നമുക്ക് കോളേജിൽ പോയിട്ട് കാണാം.
ഗൈസ്, ഇനി നമുക്ക് ചോറൊക്കെ ഇടണം. പ്രോസ്റ്റേഷൻ ആൻഡ് അനാട്ടമി ഒക്കെ കഴിഞ്ഞു. ഇനിയും ചോറിടണം. അത് കഴിഞ്ഞിട്ട് ഫിസിയോളജിക്ക് പോകണം. ഫിസിയോളജി ജനറൽ എക്സാമിനേഷൻ ആയിരുന്നു. അപ്പം ഞങ്ങൾക്ക് ലാബാണ്. അത് 1 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ലാബിൽ പോകാം. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഗൈസ്, ഇനി ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി മലബാറിൽ പോവാം. മലബാറിൻ്റെ അടുത്തുള്ളൊരു ബേക്കറിയാണ്. ഇതാണ് ഗൈസ് നമ്മുടെ പുതിയ ഡെൻ്റൽ കോളേജ്. പക്ഷേ ഇതുവരെ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടില്ല. ഉടനെ കിട്ടുമായിരിക്കും. ക്ലാസ്സൊക്കെ കഴിഞ്ഞു ഗൈസ്, ഇനി ഡ്രസ്സൊക്കെ മാറാം. എന്നിട്ട് ചായയൊക്കെ കുടിക്കണം. അപ്പോൾ നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് കാണാം. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി ചായ കുടിക്കണം. ഒന്ന് ചായ കുടിച്ചിന് ഒന്നുകൂടെ ചായ കുടിക്കണം. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.